എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പുവടയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പരിപ്പുവട ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ 1.5 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. ഇതൊരു 5-6 മണിക്കൂറോളം വെള്ളത്തിലിട്ട് ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഈ പരിപ്പ് അരയ്ക്കാനിടുന്നതിനൊപ്പം തന്നെ ഞാൻ 2 വറ്റൽമുളകും കൂടി ഇതിനൊപ്പം ചേർത്ത് അരയ്ക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഞാനിവിടെ കടലപ്പരിപ്പ് അരച്ചു വെച്ചേക്കുന്നത്. കണ്ടോ, ചെറിയ തരിതരിപ്പോടു കൂടിയാണ് അരച്ചു വെച്ചേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്യാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വലിയ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പില ഇല്ലാത്ത കാരണം ഞാൻ മല്ലിയില മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പരിപ്പുവടയുടെ മാവിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ചെറിയ പോർഷൻസ് എടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം അതിനെ ഒന്ന് പരത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിപ്പുവടയുടെ ഷേപ്പ് കിട്ടും. അതിനുശേഷം നല്ല തിളച്ച എണ്ണയിൽ ഇട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. നല്ല ചുവന്ന നിറം ആകുന്നിടം വരെ നമുക്ക് പൊരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പരിപ്പുവടയൊക്കെ നല്ല ചുമന്ന കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചായക്കട പരിപ്പുവടയുടെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കുക. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം.